ഹായ് ഫ്രണ്ട്സ്, ഈ പൂക്കൾ നമ്മൾ വളരെ സിമ്പിളായി എങ്ങനെയാണ് ചെയ്തെടുത്തിട്ടുള്ളതെന്ന് നോക്കാം. അതിനു വേണ്ടിയിട്ട് നമ്മൾ പ്ലാസ്റ്റിക് കവർ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഒന്ന് നിവർത്തി വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളത് ഇതുപോലെ ചുരുക്കിയെടുത്തതിന് ശേഷം ഒന്ന് വലിച്ചു കൊടുക്കണം. ഇനി നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് ചെരിച്ചാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇതുപോലെ കുറേ പീസുകൾ നമുക്ക് കട്ട് ചെയ്ത് വെക്കാം. അതൊക്കെ നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ച് വീണ്ടും ഒരു വൈറ്റ് കളർ പ്ലാസ്റ്റിക് കവറിൽ നിന്ന് വീതി കുറഞ്ഞ പീസുകൾ കട്ട് ചെയ്തെടുക്കണം. ഇനി നമ്മളിവിടെ ചെരിച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്ന പീസ് ഒന്ന് നിവർത്തി എടുക്കുന്നുണ്ട്. അതിനുശേഷം അത് വീണ്ടും ചുരുക്കിയെടുക്കണം. അതിനുശേഷമാണ് നമ്മൾ നീർക്കിളിയിലേക്ക് വെച്ച് കെട്ടിക്കൊടുക്കേണ്ടത്. നമ്മൾ കെട്ടിക്കൊടുത്ത നൂല് കാണാതിരിക്കാൻ വേണ്ടി നമുക്ക് അവിടെ പ്ലാസ്റ്റിക് കവറിന്റെ പീസ് ചുറ്റി കൊടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പം നമ്മൾ ചെയ്തെടുത്തതിന്റെ താഴേക്കായി വീണ്ടും നമുക്ക് ഓരോ പീസ് വെച്ച് കെട്ടിക്കൊടുക്കാം. ഓരോന്നും നമ്മൾ അതിലേക്ക് വെച്ച് കെട്ടിക്കൊടുത്തതിന് ശേഷം നൂല് കാണാതിരിക്കാൻ വേണ്ടി പ്ലാസ്റ്റിക് കവറിന്റെ പീസ് ചുറ്റി കൊടുക്കണം. ഇതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ ലിങ്ക് സ്ക്രീനിന് താഴെ കൊടുക്കാം. പ്ലാസ്റ്റിക് കവർ വെച്ച് വളരെ സിമ്പിളായി ആർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന ഫ്ലവറാണിത്. പാഴ്വസ്തുക്കളൊക്കെ വെച്ച് ഒരുപാട് ക്രാഫ്റ്റ് വർക്കുകൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിന്റെ താഴെ വരുന്ന ഭാഗത്ത് നമ്മൾ ഗ്രീൻ കളർ പ്ലാസ്റ്റിക് കവറിന്റെ പീസാണ് ചുറ്റി കൊടുത്തിട്ടുള്ളത്. ഇതുപോലെ തന്നെ വേറെ 2 പൂക്കൾ കൂടെ നമ്മളിവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. സിമ്പിൾ ആയിട്ടുള്ള ഈ ഒരു ഫ്ലവർ മേക്കിംഗ് ഐഡിയ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്ത് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറന്നു പോകരുതേ.